എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഏതായാലും ഇപ്പോഴത്തെ സീരിയൽ ആർക്കും അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നറിയാം. അതുകൊണ്ട് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള ഒരു കൊച്ചു റിവ്യൂ ആണ്. ഇന്ന് ആദ്യമേ കാണിക്കുന്നത് വല്യമ്മ ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുൻ മരിച്ച സമയത്തുള്ളത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടില്ല, അർജുൻ്റെ മുഖം ഓർക്കാത്ത ഒറ്റ ദിവസം പോലും ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം ലക്ഷ്മിയും മഹേശ്വരനും ഒക്കെ ഇതേ സങ്കടങ്ങളാണ് പറയുന്നത്. അന്നേരം വല്യമ്മ പറയുക, എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്, നന്ദയ്ക്ക് വേണ്ടിയാണല്ലോ അർജുൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞായിട്ട് ഇപ്പം പിങ്കിയുടെ വയറ്റിലുള്ളത് അർജുൻ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവരുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കും ഒരു പുതിയ അതിഥി വരുന്നു. മേ ഐ കമിൻ എന്ന് ചോദിക്കുന്നത് ഇവർക്ക് പരിചയമില്ലെങ്കിലും കയറി വരാൻ പറയുന്നു. അകത്തോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഇതൊരു ബന്ധുവീടായതുകൊണ്ടാണ് വാതിൽ തുറന്നിട്ടപ്പോൾ ഞാനിങ്ങനെ കയറി പോകുന്നത്, കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർക്ക് അത്ര പരിചയമില്ല, ഇനി ബന്ധുവാണെങ്കിലോ എന്നോർത്ത് അവർ ഇരിക്കാൻ പറയുന്നു. ഇരുന്നതിന് ശേഷം ഇങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്, എന്നെ മനസ്സിലായോ എന്ന്. വല്യമ്മ പറയും, എനിക്ക് മുഖപരിചയമുണ്ട്, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറയും. ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയും, ഇല്ല എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ചു പറയുകയാണ്, അതെന്തും മര്യാദയാണ്, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം തന്നെ അറിയാമല്ലോ എവിടെ വെച്ചെങ്കിലും പരിചയപ്പെട്ട് കാണുമെന്ന്. അന്നേരം മറന്നു, ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് പകരം അറിയില്ല എന്ന് പറഞ്ഞത് മോശമല്ലേ എന്ന് ചോദിക്കും. അന്നേരം ലക്ഷ്മി പറയും, അതെന്തിനാ നുണ പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല എന്ന് തന്നെ പറയണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എനിക്ക് നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ലക്ഷ്മി പറയും. അപ്പോൾ ഇവരുടെ സംസാരം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. അന്നേരം മഹേശ്വരൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ കയറി വന്നവരെ അപമാനിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല, അതുകൊണ്ടാണ് കയറി വാ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത്. വീട്ടിലുള്ള എല്ലാവരെ പറ്റിയും നിങ്ങൾക്കും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ആദ്യം നിങ്ങൾ ആരാണ് എന്ന് പറയുമെന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ല അല്ലേ, ഏതായാലും ഈ ഇരിക്കുന്നതിൽ ഇയാൾ ലക്ഷ്മിയാണ് എന്ന് മനസ്സിലായി എനിക്ക് സംസാരം കൊണ്ട് തന്നെ. ഇത് കാർന്നോത്തി വല്യമ്മായി ആയിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ വല്യമ്മായി എന്നുള്ള ആ വിളി കേൾക്കുന്നതെങ്കിലും ചെറിയൊരു സംശയമൊക്കെ വരുന്നുണ്ട് വല്യമ്മയ്ക്ക്. ഏതായാലും അവർ കാര്യം പറയുവാണ്, ഞാൻ പിങ്കിയുടെ അമ്മയുടെ അനിയത്തിയാണ് ഗിരിജ, വിവാഹ സമയത്ത് നിങ്ങളെല്ലാം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നതേക്കും എല്ലാവർക്കും ഓർമ്മ കിട്ടി. അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, കോയമ്പത്തൂർ എവിടെയോ ആയിരുന്നു വീടെന്നല്ലേ പറഞ്ഞത്, നാട്ടിൽ വന്നപ്പം പിങ്കിമോളെ കാണാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കും. അന്നേരം പിങ്കിമോളെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷേ കുറച്ച് ദിവസം ഞാൻ അവളുടെ കൂടെ ഇവിടെ തന്നെ കാണും, അവളെ നോക്കാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം ലക്ഷ്മി ചോദിക്കും, അതെന്താ അങ്ങനെ പറഞ്ഞത്, ഞങ്ങളിവിടെ കുറേ സ്ത്രീകളുണ്ട്, പിങ്കിയുടെ എന്താവശ്യം ഞങ്ങൾ സാധിച്ചു കൊടുക്കുമല്ലോ എന്ന്. അന്നേരം അവർ പറയുന്നുണ്ട്, എങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടുകാരല്ലേ, അമ്മ വീട്ടുകാർ നോക്കുന്ന പോലെ നന്നായിട്ട് നോക്കും അവളെ, ഇല്ലല്ലോ, അതിനൊരു പ്രധാന ഉദാഹരണമാണല്ലോ അർജുൻ മരിച്ചതിന് ശേഷം പിങ്കിയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. പിന്നീട് നിങ്ങൾക്കൊരു അനന്തരാവകാശി വേണം എന്നൊരു ചിന്ത വന്നപ്പോഴല്ലേ തിരിച്ചു കയറ്റിയത്, ഇതെല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറയും. അന്തേക്കും വെല്ലുമ്മയ്ക്ക് ഇത്തിരി ദേഷ്യം വരുന്നുണ്ട്. അന്നേരം വെല്ലുമ്മ പറയും, കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, മഹേശ്വര പിങ്കിയെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയും. അന്തേക്കും അവർ ഗിരിജ എഴുന്നേറ്റിട്ട് പറയും, വേണ്ട അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പിങ്കിമോൾ അവിടെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് കയറി അങ്ങ് പോവാണ്. അന്നേരം വെല്ലുമ്മ അങ്ങനെ മനസ്സിലോർക്കുക, വന്നത് ഗുണത്തിനാണോ ദോഷത്തിനാണോ ഈശ്വരൻ അറിയാമെന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് നേരെ കയറി ചെല്ലുമ്പം കാണുന്നത് നന്ദയാണ്. അന്നേരം ആഹാ നന്ദമോളാണോ എന്ന് ചോദിക്കും. അന്നേരം അതെ എനിക്ക് മനസ്സിലായില്ല എന്ന് നന്ദ തിരിച്ചു പറയും. അന്നേരം പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിലുള്ള എല്ലാവരെയും അറിയാം, ഞാൻ ഏതായാലും ഇങ്ങോട്ട് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനാണ്, പിങ്കിയെ നോക്കാൻ എന്ന് പറയും. അന്നേരം പിങ്കിയെ നോക്കാനോ, പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, ഇനി എന്തിനാ വേറൊരാളെ എന്ന് ചോദിക്കും. അന്നേരം പറയുവാണ്, നിങ്ങളൊക്കെ നോക്കിയാൽ എത്രത്തോളം നോക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം, അവളുടെ ജീവിതത്തിൽ ആയുസെത്താത്ത ഒരു ഭർത്താവിനെയാണ് കിട്ടിയത്, അതിനുശേഷം അവളുടെ ജീവിതം എത്രത്തോളം കഷ്ടപ്പാടായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പം നിങ്ങളുടെ ഒരു ആവശ്യം വന്നപ്പോഴാണല്ലോ അവളെ തിരിച്ച് ഈ വീട്ടിൽ കയറ്റിയതും അവൾ പ്രഗ്നൻ്റ് ആയതും. ഇനി എങ്ങനെയെങ്കിലും 10 മാസം ഒന്ന് കഴിഞ്ഞ് കിട്ടണം, അതിനുശേഷം കുഞ്ഞിനെ സ്വന്തമാക്കണം, അത് കഴിഞ്ഞ് അവളെ വീണ്ടും നിങ്ങൾ കറിവേപ്പിലയാക്കും, അതെനിക്കറിയാം, അതുകൊണ്ടാണ് പിങ്കിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് എന്ന് പറയും. ഇതെല്ലാം കേൾക്കുന്ന നന്ദ പറയുന്നുണ്ട്, പിങ്കിയെ ഈ കാര്യത്തിന് ആരും നിർബന്ധിച്ചിട്ടുമില്ല, അടിച്ചേൽപ്പിച്ചിട്ടുമില്ല, ഇത് അവൾ സ്വമേധയാ ഏറ്റെടുത്തതാണ്, അതുകൊണ്ട് തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കാൻ ഉത്തരവാദിത്വം ഉള്ളവരാണ്, ഞങ്ങളത് നോക്കിക്കൊള്ളാമെന്നും പറയും. അന്നേരം അവർ പറയുന്നുണ്ട്, അതെ ഞാൻ 3 പ്രസവിച്ച ഒരു അമ്മയാണ്, പിങ്കിയെ പ്രസവത്തിന് വേണ്ടി നോക്കേണ്ടതും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമെല്ലാം അതുപോലെ പ്രസവിച്ച ഒരമ്മയായ ഞാനാണ്, അല്ലാതെ പ്രസവിക്കാൻ യോഗമില്ലാത്ത നീയല്ല, അതുകൊണ്ട് ഡോക്ടർ പെണ്ണ് പോയി പേഷ്യൻസിനെ നോക്ക്, പിങ്കിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ റൂമിലേക്ക് പോവാണ്. നന്ദയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്.
ഈ സമയം റൂമിൽ പിങ്കി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ചിറ്റ ഓടി പിടിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്ന കാണുന്നേ ഒരുപാട് സന്തോഷത്തോടെ പിങ്കി വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഏതായാലും ചിറ്റയ്ക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ തോന്നിയല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം വരാൻ തോന്നിയല്ലോ എന്നോ, വരാൻ മാത്രമല്ല കുറേ ദിവസം ഞാൻ മോളുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. നീ എൻ്റെ ആദ്യത്തെ മോളാണ്. നിൻ്റെ അമ്മ പ്രസവിച്ചെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നോക്കി വളർത്തിയത് ഞാനാണ്. നിൻ്റെ ജീവിതം ഇതുപോലെ ഒരു തീക്കനലിലായി പോയല്ലോ മോളെ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, അർജുൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ വന്ന ഒരു അതിഥിയായിരുന്നു. എന്നിട്ടും ഞാൻ അവനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ഒക്കെ ശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തതാണ്. പിന്നെയും എൻ്റെ ജീവിതം ഗൗതത്തിൻ്റെ കാലടിയിൽ തന്നെ ആയി എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ഗിരിജ പറയുന്നുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. വനജ ചേച്ചി എന്നോട് എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ട് എത്തിക്കും. നീ ആദ്യം സ്നേഹിച്ചത് ഗൗതത്തെയാണല്ലോ, ആ ഗൗതത്തെ നേടിയെടുത്ത് തന്നിട്ടേ ഞാൻ പോകുള്ളൂ. ഏതായാലും കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി പിടിച്ച് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ സാധിച്ചു തരും. വഴിയൊക്കെ ചിറ്റയ്ക്കറിയാം. ചിറ്റ വഴി വെട്ടി തന്നോളാം. മോൾ അതിലൂടെ ഒന്ന് നേരാവണം, നടന്ന് കയറിയാൽ മതി. ഞാൻ പറയുന്നതൊക്കെ ഒന്ന് അനുസരിച്ചാൽ മതി എന്ന് പറയും. അന്തേക്കും പിങ്കി, ഗൗതത്തെ എനിക്ക് കിട്ടുമെങ്കിൽ ചിറ്റ പറയുന്ന എന്തിനും ഞാൻ തയ്യാറാണ് എന്ന് പറയുവാണ്. രണ്ടിൻ്റെ മനസ്സിലിരിപ്പിത. അതിലേറെ കഷ്ടമാണ് നമ്മുടെ ഗൗതത്തിൻ്റെ കാര്യം. ഗൗതത്തിൻ്റെ ഓഫീസർ ഉപദേശിക്കുവാണ്. സരോഗസിയെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് പറയുവാണ്, ശരിക്കും സരോഗസിയുടെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ ഒരു ബന്ധുവിനും ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. അവരും തിരഞ്ഞെടുത്തത് അവരുടെ അടുത്ത റിലേഷനുള്ള ഒരു പെൺകുട്ടിയെ തന്നെയായിരുന്നു. പക്ഷെ അവർ ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ കെയർ ചെയ്തില്ല. ആ അസംതൃപ്തി ആ കുട്ടിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് 7-ാം മാസം പ്രസവം നടന്നു. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ജീവിതം സ്വർഗമാകുമെന്ന് കരുതിയിരുന്ന അവരുടെ ജീവിതം പിന്നീട് നരകതുല്യമായി. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അന്നേരം ഗൗതം ചോദിക്കുക, സാർ എന്നെ പേടിപ്പിക്കുവാണോ എന്ന്. അന്നേരം പേടിപ്പിക്കുമെന്നോ അല്ല ഗൗതം, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഏതായാലും ആ സരോഗസിക്ക് തയ്യാറായ പെൺകുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം. ഒരു ചെറിയ ആഗ്രഹമാണെങ്കിൽ പോലും നല്ല താല്പര്യത്തോടു കൂടി തന്നെ നമ്മളത് സാധിച്ചു കൊടുക്കണം. അന്നേരം അവർക്കും സന്തോഷമാകും. അതുപോലെ അവരെ ചേർത്ത് നിർത്തണം. അതിലൂടെ നമുക്ക് നല്ലൊരു കുഞ്ഞിനെ കിട്ടുള്ളൂ. അവരുടെ സന്തോഷമായിരിക്കണം മുഖ്യ പ്രധാനം. ഈ കാലയളവിൽ അവരെ നമ്മളുടെ കുഞ്ഞിൻ്റെ അമ്മയായി തന്നെ പരിഗണിക്കണം. അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ പറയുവാണ്. പിന്നെ അമ്മയായിട്ട് പരിഗണിക്കണം എന്നേ പറഞ്ഞോളൂ, ഭാര്യയായിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞില്ല. അത് തന്നെ നല്ല കാര്യം. ഇതൊക്കെ കേട്ട് അങ്ങനെയൊക്കെ ചെയ്യണോ എന്നോർത്ത് ചിന്തിച്ച് നിൽക്കുവാണ് ഗൗതം. മിക്കവാറും ഈ സീരിയൽ കണ്ടിട്ടായിരിക്കും വനിതാ കമ്മീഷൻ ഈ സീരിയലുകൾ നിരോധിക്കണമെന്ന് പറഞ്ഞത്. ഏതായാലും ഓഫീസർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെപ്പറ്റി എല്ലാം ചിന്തിച്ചിരിക്കുന്ന ഗൗതത്തെ കാണിക്കുന്നുണ്ട്. ഇനി ഗൗതം പിങ്കിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം പിങ്കി സന്തോഷമായിട്ടിരുന്നാലല്ലേ ഗൗതത്തിന് നല്ലൊരു കുഞ്ഞിനെ കിട്ടുള്ളൂ. ആ ചിന്തകളായിരിക്കാം ഗൗതത്തിൻ്റെ മനസ്സിൽ. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഗൗതത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.